ഹലോ ഗായ്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂരേക്ക് ഒരു യാത്ര പോകുന്ന ഒരു ദിവസമാണ് കേട്ടോ. കണ്ണൂരേക്ക് വെച്ചാൽ അമ്മേൻ്റെ നാടാണ്. അവിടത്തേക്ക് പോകുമ്പോൾ എന്തായാലും ക്രിസ്മസ് അല്ലേ, അതുകൊണ്ട് ഒരു പ്ലം കേക്ക് മേടിച്ചു. നമ്മൾ ലൈവ് ബേക്കറിയിൽ നിന്നായിരുന്നു കേട്ടോ. ശേഷം നമ്മുടെ ആൻറ്റീനെ കൂട്ടാൻ പോയി. ആൻറ്റീനെയും വല്യമ്മേനെയും വിൻഷാൻറ്റിനെയും കൂട്ടാൻ പോയതിന് ശേഷം നേരെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. നമ്മൾ ട്രെയിൻ കുറച്ച് വരാൻ വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് നിന്നു. പിന്നെ അങ്ങോട്ട് ബാക്കിലോട്ട് നടന്നു. അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ട്രെയിൻ വരാനായി കുറേ കാത്തു നിന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി നമ്മൾ ഓരോ നുണയും കാര്യങ്ങളും പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താക്കണ്ടേന്ന് തിരിയാനിട്ട്. പിന്നെ ഞാൻ കണ്ടോ, എന്നെ കാണാൻ നല്ലതല്ലേ, ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം വണ്ടി വരാനായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എണീച്ച് നേരെ വണ്ടിയിലേക്ക് കയറി. വണ്ടിയിൽ ഞങ്ങൾക്ക് ഒന്ന് കാല് കുത്താൻ പോലെ സ്ഥലം ഉണ്ടായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫുൾ ആളും കാര്യം മൊത്തം തിരക്കായിരുന്നു. സീറ്റിൽ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആ ട്രെയിനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫുൾ എണീച്ച് നിന്നിരുന്നു കേട്ടോ. ലാസ്റ്റ് അമ്മേൻ്റെ മടിയുമ്മ പോയി ഞാൻ ഇരുന്നു. എൻ്റെ ചേച്ചിക്ക് ഭാഗ്യവശാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലെന്നെ ആ ഒരു കുഞ്ഞു സീറ്റ് നമ്മൾ 4 ആളും കയറിയിരുന്നു. എൻ്റെ ആൻറ്റി ഒന്നും ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു കണ്ട അമ്മേൻ്റെലൊക്കെ സങ്കടം നോക്കിയ മുഖത്ത്. അതിന് ശേഷം നമ്മൾ എസ്കലേറ്ററിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എസ്കലേറ്റർ പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരുന്നു. നമ്മൾ ചിരിച്ചങ്ങോട്ട് ഇല്ലാതായി. നമ്മളിങ്ങനെ ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് അപ്പുറത്തേ പോയിട്ടാകുമ്പോഴാണ് എസ്കലേറ്റർ കയറാമെന്ന് വിചാരിച്ചത്. എസ്കലേറ്റർ കയറിയതാണ് ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരാഗ്രഹം കൊണ്ടാണ് കയറിയത്. നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അമ്മ ഫസ്റ്റ് ഒന്ന് വീഴാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിയായി. അതാ വല്യമ്മേനെ അപ്പുറം ഇപ്പുറം കൈ പിടിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. സത്യം പോലെ ചിരി വന്നിട്ടില്ലേ, അവിടെ എല്ലാവരും ഇരുന്ന് ചിരിക്കുകയായിരുന്നു. നമുക്കൊക്കെ ചിരി വന്നിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വളവട്ടണമാണെങ്കിലും നമ്മൾ കയറിയിട്ടുണ്ടായത് കണ്ണൂറായിരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനായിരുന്നു. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നു കേട്ടോ. അങ്ങോട്ട് നടന്നിട്ട് ബസ്സിന് വേണ്ടി കാത്തുനിന്നു. നമ്മളൊരു കുഞ്ഞൊരു ബേക്കറി പോയിട്ട് കേക്ക് മേടിച്ചിട്ട് കട്ട്ലറ്റും കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ബസ് കിട്ടി. ഞാനും നന്ദുമായിരുന്നു ഒരു സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ ബസ്സിലേക്ക് കയറി വീട്ടിലേക്ക് എത്താനായി. എന്നിട്ട് ഞാൻ ഓരോന്ന് ചോദിക്കുകയായിരുന്നു. നമ്മളൊക്കെ ഭയങ്കര ചൂടും കാര്യങ്ങളായിരുന്നു കേട്ടോ. ഇപ്പോൾ ക്ലൈമറ്റ് തണുപ്പാണെങ്കിൽ എനിക്കെന്തോ ചൂട് ഫീൽ ചെയ്തു ആ സമയത്ത്. അതുകൊണ്ട് മുടിയൊക്കെ മുകളിലേക്ക് ഇട്ടിട്ടിരുന്നു. നേരെ അങ്ങനെ വീട്ടിലേക്ക് ചെന്നു കേട്ടോ. അതിന് ശേഷം വീട്ടിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലെത്തിയിട്ട് അങ്ങോട്ട് നടക്കണം. അങ്ങനെ കീഞ്ഞപ്പാടും പിന്നെ ഒരു ജ്യൂസ് മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. 3 ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാവ് മേടിച്ചു, അവർ 2 ഫിസ് മേടിച്ചു കേട്ടോ. അങ്ങനെ നേരെ നമ്മളെല്ലാവരും വീട്ടിലേക്ക് നടക്കുകയാണ്. നമ്മൾ ഓരോരോ കാര്യം പറഞ്ഞു. എല്ലാവരുടെ കയ്യിലും കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ വീട്ടിലേക്ക് നമ്മൾ ഓരോ കഥയും പറഞ്ഞ് നടന്നു. ഞാൻ എന്തൊക്കെയോ നിങ്ങളോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നോക്ക്, എല്ലാവരും നടക്കുകയാണ്. നമ്മൾ ഓരോരോ കാര്യം ഒരാളെ കുറ്റം പറഞ്ഞും ഓരോരോ നുണയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരെ വിട്ടത് വീട്ടിലേക്കായിരുന്നു. വീട്ടിൽ അമ്മമ്മ എന്തൊക്കെയോ കറിയൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പലതും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പകുതി കട്ടാക്കിയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉത്സവത്തിന് പോയിട്ടാകുമ്പോൾ അവിടുന്ന് ചന്തയായിട്ട് 2 കമ്മലൊക്കെ ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല. ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം സ്റ്റോറേജ് ഫുള്ളായിരുന്നു. പിന്നെന്താണ് അങ്ങനെ ഓരോന്നൊക്കെ എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ കുളിച്ചിട്ട് പോകുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വഴിയിലെത്തിയിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിലെത്തിയിട്ട് അമ്മന് കൂക്കും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അമ്മമ്മേ നമ്മളെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൂറ്റും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ 3 ആളും ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. എത്തി നമ്മുടെ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞു. ആൻറ്റിയൊക്കെ പറഞ്ഞു എന്നെ കാണിക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. ഞാൻ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഞാൻ ക്യാമറ അങ്ങോട്ട് മുകളിലേക്ക് പൊതിച്ച് എല്ലാവരും ഇങ്ങോട്ട് കാണിച്ചു കേട്ടോ. എന്നിട്ട് നേരെ അങ്ങോട്ട് വീട്ടിലെത്തി. അതിനുശേഷം നമ്മൾ നേരെ അമ്പലത്തിലേക്ക് ചെന്നു. മേലൊക്കെ ഒന്ന് കഴുകി നേരെ ഒന്ന് അമ്പലത്തിലേക്ക് പോയിട്ട് നമുക്ക് കുറേ ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഏറ്റവും മെയിനായിട്ടുണ്ടായിരുന്നു അവിടുത്തെ ലൈറ്റായിരുന്നു. കണ്ടോ, നല്ല കളറ് ലൈറ്റ്. എനിക്കെന്തോ അത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നിയിട്ട് അത്ര നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അതിന് കുറേ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് തന്നെ സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു കേട്ടോ. സിനിമാറ്റിക് ഡാൻസ് തുടങ്ങുന്നതിന് മുന്നേ
നമ്മൾ പോയി കുറച്ച് പോപ്കോണും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ തിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 3 മസാല പോപ്കോൺ മേടിച്ചു കേട്ടോ. അത് കഴിച്ചുകൊണ്ട് നമ്മളങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ടിരുന്നു. ഓരോരാളെ കഴിയുമ്പോൾ ഓരോരോ പോപ്കോൺ ഉണ്ടായിരുന്നു. എൻ്റെത് ഇവർ പകുതി തീർത്തു. കിങ്ങിണീൻ്റെയും നന്ദുവിൻ്റെയും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻറ്റിയൊക്കെ തണുപ്പ് കൊള്ളാതിരിക്കാൻ വേണ്ടി ഷാളൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മളെന്താക്കി, പിള്ളേർ ഡാൻസ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മടിയായി. പിന്നെ എല്ലാവർക്കും ഒരുമാതിരി തണുക്കാൻ തുടങ്ങിയോണ്ട് ഞാൻ വേഗം തിരിച്ചു വന്നിട്ട് പിന്നെ എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.